വർഷം 1986 ഏപ്രിൽ 26. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ നിന്നും 130 കിലോമീറ്റർ അകലെയുള്ള ബെലാറസ് അതിർത്തിക്കടുത്തുള്ള പ്രിപ്യാറ്റ് പട്ടണത്തിനും ചെർണോബിലിനും ഇടയിലുള്ള ലെനിൻ ആണവനിലയം, യഥാർത്ഥ പേര് വ്ളാദിമർ ഇലിച്ച് ലെനിൻ ന്യൂക്ലിയർ പവർ പ്രൊജക്ട്. അന്നേ ദിനം ആണവനിലയത്തിലെ 5 റിയാക്ടറുകളിൽ യൂണിറ്റ് 4-ൽ റിപ്പയർ വർക്കുകൾ നടക്കുകയായിരുന്നു. ആണവനിലയത്തിൻ്റെ രൂപകൽപ്പനയിലുണ്ടായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ആണവനിലയത്തിലെ ശീതീകരണവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായിരുന്നു റിപ്പയറിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ റിയാക്ടർ ഷട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി ആണവനിലയത്തിലെ വൈദ്യുതി പ്രവാഹം അനിയന്ത്രിതമായി കുതിച്ചുയർന്നു. തൽഫലമായി റിയാക്ടറിൻ്റെ ചില ഭാഗങ്ങൾ പൊട്ടുകയും ശീതീകരണം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അത് കാരണം അനിയന്ത്രിതമായി നീരാവി ഉരുകുന്ന അവസ്ഥ സംഭവിക്കുകയും നീരാവി സ്ഫോടനം സംഭവിക്കുകയും ചെയ്തു. തുടർന്ന് 4-ാം നമ്പർ റിയാക്ടർ കെട്ടിടം തന്നെ പൊട്ടിത്തെറിച്ചു. റിയാക്ടറിൽ സ്ഫോടനം സംഭവിക്കുന്ന സമയത്ത് 92 മെട്രിക് ടൺ ന്യൂക്ലിയർ ഫ്യൂവൽ റിയാക്ടറിൽ ഉണ്ടായിരുന്നു. അതായത് ആണവനിലയത്തിൽ ആ സമയത്ത് 1900 കിലോഗ്രാം യുറേനിയം 235-ഉം 760 കിലോഗ്രാം പ്ലൂട്ടോണിയം 239-ഉം ഉണ്ടായിരുന്നു. 1 കിലോഗ്രാം യുറേനിയം 235 ന്യൂക്ലിയർ ഫിഷനിലൂടെ 1 മണിക്കൂറിൽ ഉൽപ്പാദിപ്പിക്കുന്നത് 240 ലക്ഷം കിലോ വാട്ട് ഊർജമാണ്. ഇത് 30 ലക്ഷം കിലോഗ്രാം കൽക്കരി 1 മണിക്കൂറിൽ കത്തിച്ചുണ്ടാക്കുന്നതിന് തുല്യമായ ഊർജമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഊർജം ന്യൂക്ലിയർ റിയാക്ടറിൽ വാട്ടർ ഹീറ്റ് ചെയ്യുന്നതിലൂടെ നീരാവി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ നീരാവി ടർബനേറ്റർ കറക്കുകയും നിരവധികളായ നഗരങ്ങളിലേക്കുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ആണവനിലയത്തിൽ നടക്കുന്ന പ്രവർത്തനം. മാത്രമല്ല, പ്ലൂട്ടോണിയം 239 എന്നത് ആണവനിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഉയർന്ന ഊർജാവസ്ഥയിലുള്ള ന്യൂക്ലിയർ ഇന്ധനമാണ്, ഹൈ എനർജി ന്യൂക്ലിയർ ഫ്യൂവൽ. പ്ലൂട്ടോണിയം 239 നിരന്തരമായി യുറേനിയം 235-മായി കൂട്ടിച്ചേർത്ത് ആണവനിലയങ്ങളിലെ ടർബനേറ്റർ കറക്കുന്നതിനുള്ള നീരാവി ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ അതികഠിനമായ ചൂട് സൃഷ്ടിക്കുന്നു. ഇത്തരത്തിൽ യുറേനിയം 235-ഉം പ്ലൂട്ടോണിയം 239-ഉം കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഇന്ധനത്തെ മിക്സഡ് ഓക്സിഡ് ഫ്യൂവൽ MOX എന്ന് പറയുന്നു. 1 കിലോഗ്രാം യുറേനിയം 235 240 ലക്ഷം കിലോ വാട്ട് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ആണവ സ്ഫോടന സമയത്ത് 1900 കിലോഗ്രാം യുറേനിയം 235-ഉം അതിനോട് ചേർക്കാനുള്ള 760 കിലോഗ്രാം പ്ലൂട്ടോണിയം 239-ഉം ആ സമയത്ത് 5 റിയാക്ടറുകളിലായി ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് സ്ഫോടനത്തിൻ്റെ വലിപ്പവും അത് സൃഷ്ടിക്കുന്ന റേഡിയേഷൻ്റെ പ്രത്യാഘാതവും മനസ്സിലാവുക. സ്ഫോടനത്തെ തുടർന്ന് ആണവനിലയത്തിനടുത്തുള്ള 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം 36 മണിക്കൂറിനുള്ളിൽ എക്സ്ക്ലൂഷൻ സോണായി പ്രഖ്യാപിക്കുകയും 49,000 മനുഷ്യരെ ഒഴിപ്പിക്കുകയും ചെയ്തു. പിന്നീട് എക്സ്ക്ലൂഷൻ സോൺ പരിധി 30 കിലോമീറ്ററായി ഉയർത്തുകയും 68,000 മനുഷ്യരെ കൂടി ഒഴിപ്പിക്കുകയും ചെയ്തു. റിയാക്ടർ പൊട്ടുന്ന സമയത്ത് ആകാശത്ത് 1 കിലോമീറ്റർ ഉയരത്തിൽ ജ്വാലകളും അവശിഷ്ടങ്ങളും ചിതറി. ചെർണോബിലും പ്രിപ്യാറ്റ് പട്ടണവും ആണവനിലയവും അക്കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു. സ്ഫോടനത്തിൽ 35 മനുഷ്യർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു സോവിയറ്റ് റഷ്യയുടെ വിശദീകരണം. പിന്നീട് ഉക്രൈൻ റഷ്യയിൽ നിന്നും സ്വതന്ത്രമായ ശേഷമാണ് മരണത്തിൻ്റെ യഥാർത്ഥ കണക്കുകൾ പുറത്തു വന്നത്. 8,000 മനുഷ്യർ അപകട ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നായിരുന്നു കണ്ടെത്തൽ. അതുമാത്രമല്ല, ഇത്രയും വർഷത്തിനിടയിൽ റേഡിയേഷൻ കാരണം ഏതാണ്ട് 65,000-ഓളം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. നൂറുകണക്കിന് മനുഷ്യർ റേഡിയേഷൻ സൃഷ്ടിക്കുന്ന രോഗങ്ങൾ കാരണം ഇപ്പോഴും മരണപ്പെടുന്നു. ആണവ ദുരന്ത സമയത്ത് പ്രിപ്യാറ്റിലും ചെർണോബിലിലുമായി 2 ലക്ഷത്തോളം മനുഷ്യർ വസിച്ചിരുന്നു. ആണവനിലയം പൊട്ടിത്തെറിച്ച് റേഡിയേഷൻ അയൽ രാജ്യങ്ങളിൽ വ്യാപിക്കാൻ തുടങ്ങിയ ശേഷമാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി ലോകം തിരിച്ചറിഞ്ഞത്.
ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലും ആണവത്തിൻ്റെ വികിരണങ്ങളെത്തി. അതുമാത്രമല്ല, അടുത്ത 20,000 വർഷത്തേക്ക് ചെർണോബിലും പ്രിപ്യാറ്റിലും മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ലോകമെമ്പാടുമുള്ള 31 രാജ്യങ്ങളിലായുള്ള 440 ആണവ ഊർജ നിലയങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി മനസ്സിലാവുക. ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ആകെ വൈദ്യുതിയുടെ 10% സൃഷ്ടിക്കുന്നത് ഈ ആണവ നിലയങ്ങളിൽ നിന്നാണ്. ഇന്ത്യയിൽ തന്നെ 7-8 ആണവോർജ നിലയങ്ങളിലായി 22-നും 25-നും ഇടയിൽ ആണവ റിയാക്ടറുകളുണ്ട്. മഹാരാഷ്ട്രയിലെ താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ, തമിഴ്നാട്ടിലെ കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്നിവ ഇവയിൽ ചിലതാണ്. ഹരിയാനയിലും ഗുജറാത്തിലും തമിഴ്നാട്ടിലുമായി പുതിയ ആണവോർജ കേന്ദ്രങ്ങൾ നിർമ്മാണത്തിലുമാണ്. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയ ദുരന്തമായിട്ടാണ് ചെർണോബിൽ ആണവ നിലയ ദുരന്തം കണക്കാക്കപ്പെടുന്നത്. $700 ബില്യൺ നഷ്ടമാണ് അന്ന് സംഭവിച്ചത്. ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഡിസാസ്റ്റർ ഇൻ ദ ഹിസ്റ്ററി വിത്ത് ആൻ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് $700 ബില്യൺ. കുറച്ച് ദിവസത്തേക്ക് മാറി താമസിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട മനുഷ്യർ എന്നേക്കുമായി പ്രിപ്യാറ്റും ചെർണോബിലും വിടേണ്ടി വന്നു. കുടിയൊഴിപ്പിക്കപ്പെട്ട മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്നതിനായി പിന്നീട് സ്ലാവൂതിച്ച് നഗരം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. പൊട്ടിച്ചിതറിയ ആണവാവശിഷ്ടങ്ങൾ പിന്നീട് പൊറുക്കി കൂട്ടിയത് റഷ്യൻ സൈനികരാണ്. 35 കിലോഗ്രാം വരെ ഭാരമുള്ള സംരക്ഷിത കവചങ്ങൾ അണിഞ്ഞാണ് റഷ്യൻ പട്ടാളക്കാർ ഈ ജോലി ചെയ്തിരുന്നത്. അന്ന് റഷ്യൻ പട്ടാളക്കാർക്ക് പരമാവധി ജോലി ചെയ്യാൻ അനുവദിക്കപ്പെട്ടിരുന്ന സമയം വെറും 5 മിനിറ്റ് മാത്രമാണ്. എന്നിട്ടും അന്ന് ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഏതാണ്ട് മുഴുവൻ പട്ടാളക്കാരും ഇക്കാലയളവിനുള്ളിൽ റേഡിയേഷൻ നൽകിയ രോഗങ്ങൾ കാരണം മരണപ്പെട്ടു. പൊട്ടിത്തെറിച്ച ആണവാവശിഷ്ടങ്ങൾ ശേഖരിച്ച് കൂട്ടിയ ശേഷം അത് ആണവ നിലയത്തിൽ തന്നെ സൂക്ഷിച്ചു. ശേഷം ഏതാണ്ട് 150 മീറ്റർ ഉയരത്തിൽ ആണവ നിലയത്തിൽ കൂറ്റൻ ഉരുക്ക് കവചം പണിതു വച്ചിരിക്കുകയാണ്. 2017 അതിൻ്റെ പണി പൂർത്തിയായത്. 2000 ടൺ യുറേനിയവും കുറേയധികം പ്ലൂട്ടോണിയവും ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നു. അന്ന് നഗരം ഉപേക്ഷിച്ചു പോയ മനുഷ്യർ തങ്ങളിട്ട വസ്ത്രങ്ങളും വിലയേറിയ രേഖകളും ഒഴികെ മറ്റെല്ലാം ഉപേക്ഷിച്ച് എന്നേക്കുമായി പലായനം ചെയ്തു. അക്ഷരാർത്ഥത്തിൽ പ്രേതനഗരമായി പോയ ചെർണോബില്ലിലും പ്രിപ്യാറ്റിലും ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാനോ വ്യവസായങ്ങൾ ആരംഭിക്കുവാനോ ഒന്നും സാധ്യമല്ല. ആണവ ദുരന്തത്തിന് ശേഷം നിശ്ചലമായ ആ നഗരങ്ങൾ ഏറെക്കുറെ വനമായി മാറി. ഇപ്പോൾ അവിടെ പട്ടാളത്തിൻ്റെ കാവൽ മാത്രമാണുള്ളത്. അന്ന് റഷ്യയുടെ സമ്പന്നതയുടെ പ്രതീകമായിരുന്ന ആ നഗരങ്ങൾ ഇപ്പോൾ മനുഷ്യവാസമില്ലാത്ത പ്രദേശങ്ങളായിട്ട് 40 വർഷങ്ങൾ പൂർത്തിയാകുന്നു. 15-20 നിലകളുള്ള 15,000-ലധികം അപ്പാർട്ട്മെൻറ്റുകൾ, നിരവധികളായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ടൗൺ സ്ക്വയറുകൾ, നഴ്സറി സ്കൂളുകൾ, സിനിമ തിയേറ്ററുകൾ, സാംസ്കാരിക നിലയങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, സ്പോർട്സ് പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ എന്നേക്കുമായി ഉപേക്ഷിക്കപ്പെട്ടു. പക്ഷേ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളിൽ നിന്നും എന്തെങ്കിലും കൊണ്ടുപോകുവാൻ ജനങ്ങൾക്ക് അനുവാദമുണ്ടായില്ല. ദുരന്ത ദിവസം ജനങ്ങൾ ഉപേക്ഷിച്ചതെല്ലാം ഇപ്പോഴും അവിടെയുണ്ട്. സ്കൂളുകളിലെ ഡെസ്കുകളും ബെഞ്ചുകളും, നഴ്സറി സ്കൂളുകളിൽ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കളിപ്പാട്ടങ്ങളും അവരുടെ വസ്തുക്കളും എന്നിവയെല്ലാം ഇപ്പോഴും അവിടെ കാണാവുന്നതാണ്. പക്ഷേ മറ്റൊരു വിചിത്രമായ കാര്യം നടന്നതെന്താണെന്ന് വച്ചാൽ, ഉപേക്ഷിക്കപ്പെട്ട നഗരത്തിൽ നിന്നും വിലയേറിയതെല്ലാം കൊള്ളയടിക്കപ്പെട്ടു. റേഡിയേഷനുള്ള അത്തരം വസ്തുക്കളും സാധനങ്ങളും പണം കൊടുത്ത് പലരും മേടിച്ചു. തങ്ങൾ പണം കൊടുത്ത് വാങ്ങുന്നത് മരണമാണെന്നറിയാതെ. ഇതാണ് ആണവ നിലയം ഇല്ലാതാക്കിയ നഗരത്തിൻ്റെ കഥ. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.